ഇപ്പോൾ സമീപത്തെ കടകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചിരിക്കുന്നു. ഇതുകൂടാതെ പട്ടം ഈ റോഡ് ഏരിയയിൽ തന്നെയാണല്ലോ. അപ്പോൾ ഈ ഗതാഗതത്തിനിടയിൽ ഒക്കെ അവിടെയൊക്കെ പുക ആ ഒരു സാഹചര്യം ഉണ്ടോ? ഒരു പരിധിവരെ, കാരണം ഈ കാറ്റ് വീശുന്നത് അങ്ങോട്ടേക്ക് ആയതുകൊണ്ട് തന്നെ ഈ റോഡിലേക്ക് ഒരു പരിധിവരെയെങ്കിലും പുക എത്താത്തത് ആശ്വാസമാണ്. കാറ്റ് എതിർദിശയിലേക്കാണ് വീശുന്നത്, അതുകൊണ്ട് തന്നെ പിൻവശത്തേക്കാണ് ഈ പുകച്ചുരുളുകൾ പോകുന്നത്. പക്ഷെ അവിടെ ഒരുപാടധികം കെട്ടിടങ്ങളുണ്ട്, അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങളുണ്ട്, കൂടാതെ പലവിധ സ്ഥാപനങ്ങളുമുണ്ട്. അങ്ങോട്ടേക്കാണ് നിലവിൽ കാറ്റ് വീശുന്നത് എന്നതിനാൽ തന്നെ റോഡ് ഗതാഗതത്തെ ഇത് ബാധിച്ചിട്ടില്ല. കൂടാതെ ഈ പുകയെ സംബന്ധിച്ചിടത്തോളം ഈ സ്പോഞ്ചും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ഒക്കെ ഉള്ളതിനാൽ തന്നെ പുകയിലെ രാസവസ്തുക്കളുടെ സാന്നിധ്യമൊക്കെ വലിയ തരത്തിലേക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അത് പണിപ്പെട്ട ശ്രമം തന്നെ ഫയർഫോഴ്സിന്റെ അരയും തലയും മെയ്യും ഉപയോഗിച്ചുള്ള ആ ഒരു ശ്രമം തന്നെ ഈ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അവസാനമായ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണം നമ്മൾ ദൃശ്യങ്ങൾ ലഭ്യമാക്കിയതാണ്. അതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത് തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പക്ഷേ ഈ പുകയാണ് ഏറ്റവും പ്രതിസന്ധിയായി നിൽക്കുന്നത്. കാരണം എത്രത്തോളം വെള്ളം ഒഴിക്കും തോറും സ്ഥലത്തെത്തിയിരിക്കുന്നു. പ്രസാദ്, ഇപ്പോൾ 1 മണിക്കൂർ മുമ്പുണ്ടായ തീപിടുത്തമാണ്. തീ ഇപ്പോൾ പൂർണ്ണമായി അണച്ചു എന്ന് പറയുമ്പോഴും സമീപത്താകെ പുക മൂടിയ ഒരു അവസ്ഥയാണോ ഉള്ളത്? അശ്വതി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഫർണിച്ചർ ഗോഡൌണിന്റെ അകത്താണ്. അതായത് അപ്പുറത്തു നിന്ന് തുടങ്ങി ഇപ്പുറം പിറകിലുള്ള റോഡ് വരെ നീളുന്ന അത്രയും വിശാലമായ ഒരു ഷോറൂമാണ്. ഇതിനകത്ത് ഇവിടം വരെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് തീ അണയ്ക്കുന്നത് നമുക്ക് കാണാം. ഈ ഭാഗത്ത് ഇവിടം വരെ നീണ്ടു നിൽക്കുന്ന ചൂരലിൻ്റെ കസേരകൾ, മറ്റ് അലമാരകൾ, കൂടുതലും ചൂരൽ ഉൽപ്പന്നങ്ങളാണ് ഈ ഭാഗത്ത് കാണുന്നത്. അതുപോലെ തന്നെ മറ്റ് ഫോമുകളുമുണ്ട്, ബെഡിൻ്റെയും മറ്റുകളുമായിട്ടുള്ള ഫോമുകളും മറ്റുമുണ്ട്. തീ പൂർണ്ണമായും അണിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. നമുക്കിത് ദൃശ്യങ്ങളിൽ കാണാം. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ തീയുള്ള ഭാഗങ്ങളിൽ അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. മുന്നിൽ നിന്ന് ശിവപ്രസാദ് കുറച്ച് പുറകോട്ട് കയറുന്നു. ആ മുന്നിൽ നിന്ന് തുടങ്ങി ഇവിടം വരെ ഇപ്പോൾ തീ പിടിച്ചിട്ടുണ്ട്. അത് മറ്റ് ഭാഗങ്ങളിലേക്ക് പടരാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. ശ്രുതി, ഇതൊരു വലിയ കടയാണ്. നമുക്കിത് ദൃശ്യങ്ങളിൽ കാണാം. പുക ഇതിനകത്തു നിന്നൊരു ഭാഗത്ത് നിന്ന് ഉയരുന്നുമുണ്ട്. വളരെ പെട്ടെന്ന് തീ പിടിക്കുന്ന ഉൽപ്പന്നങ്ങളായതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് തീ പടരുകയും ചെയ്ത്. എത്ര മണിക്കാണ് തുടങ്ങിയത്? ഏകദേശം എത്ര മണിക്കാണ് തുടങ്ങിയത്? തന്നെ എത്തിയോ ഫയർഫോഴ്സ്? ഒരു 5 മിനിറ്റ് എത്തി. ഇന്ന് ഏത് ഭാഗത്തുനിന്ന് ആദ്യം തീ? പിറകുന്ന എനിക്ക് ഫ്രണ്ടിൽ അപ്പോസിറ്റ് എന്തൊക്കെയാണ് ഉള്ളത്? ഇപ്പോൾ ചൂലാണ് കൂടുതൽ, ചൂൽ കസേരകളാണ് കൂടുതലുള്ളത്. ഫ്രണ്ട് മുതൽ ഇങ്ങോട്ടുണ്ടോ? ഈ ബാക്ക് മുതലാണ്, അവിടെയാണ് ബാക്ക് സൈഡ് വരുന്നത്. അപ്പുറമാണ് ഫ്രണ്ട്. ഇന്ന് അങ്ങ് അപ്പുറത്തെ റോഡ് വരെ? അതുകൊണ്ട് അപ്പുറത്തോടില്ല, അതിൻ്റെ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടുണ്ട്. കെട്ടിടങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ടോ തീ പടരാൻ? കണക്ഷൻ കുഴപ്പമില്ല, ഇപ്പോൾ കുഴപ്പമില്ല. നേരത്തെ വലിയ ഡേഞ്ചറായിരുന്നു. ഓണ സമയത്തുള്ള സ്റ്റോക്കാണോ? ചേട്ടൻ ഇവിടുത്തെ ജീവനക്കാരാണോ? അല്ല, എനിക്ക് വേണ്ടി അപ്പോസിറ്റ് കടയാണ്. തൊട്ടടുത്ത് കട അറിയാവുന്ന കടയാണ്? അറിയാവുന്ന കടയാണ്. ജീവനക്കാരൊക്കെ ഉള്ളതാണോ പകൽ? 10-12 പേരുണ്ട്. 12 പേര്. ഏത് ഭാഗത്തുനിന്ന് തീ പിടിച്ച് തുടങ്ങിയെന്നറിയോ? ബാക്ക് സൈഡിൽ അവിടെ ഈ മെത്തയുടെ ഒരു ഗോഡൗൺ പോലെയാണ്, അവിടെ നിന്നാണ് ആദ്യം തുടങ്ങിയത്. അതാണ് പെട്ടെന്ന് തീ പിടിക്കാൻ കാരണം. ഇപ്പോൾ തീ പിടിച്ച ഭാഗത്ത് കൂടുതൽ എന്തൊക്കെയാണ്? മെത്തയാണോ കൂടുതൽ? മെത്തയാണ് കൂടുതൽ. മെത്തയും ചൂരൽ കസേരയും പിന്നെ ചൂരലിൻ്റെ ഐറ്റംസ് കൂടുതൽ കാണുന്നത് ഇവിടെ. ചൂരലാണ് കൂടുതൽ കാണുന്നത്. അതാണ് സ്മിതി, ആ ഭാഗത്തു നിന്നാണ് പിടിച്ചു തുടങ്ങിയത്. ഇത് നമ്മളിപ്പോൾ നമ്മൾ കയറി വന്ന ഭാഗം ഇതിൻ്റെ മുൻഭാഗമാണ്. യഥാർത്ഥത്തിൽ പട്ടത്തെ വലിയ റോഡ് ഉള്ള ഭാഗം, അതായത് MG റോഡ് ഉള്ള ഭാഗം, അപ്പുറത്തെ ഭാഗം, പിന്നെ അവിടെയാണ് ഈ കടയുടെ പിറകു ഭാഗമുള്ളത്. ആ പിറകു ഭാഗത്തു നിന്നാണ് ആദ്യം തീ പിടിച്ച് തുടങ്ങിയത് എന്നാണ് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു കടക്കാരൻ പറയുന്നത്. ചൂരലിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കൂടുതലും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതിലാണ് തീ പിടിച്ചത്. മാത്രവുമല്ല ബെഡും അതുപോലെ തന്നെ അതിൻ്റെ ഫോമും മെത്തകളും ഒക്കെ ആ ഭാഗത്ത് കൂടുതലുണ്ട്. ഇപ്പോഴും തീ പൂർണ്ണമായി അണഞ്ഞിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമതാ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇതിൻ്റെ അകത്ത് നിന്ന് പരമാവധി തീ പടരാതിരിക്കാനുള്ള ശ്രമം, ഒപ്പം ഉള്ള തീ കെടുത്താനുള്ള ശ്രമം തുടരുന്നു എന്നതാണ്. നിരവധി ഈ പിറകിൽ ഭാഗത്ത് ഏതാണ്ട് 3-4 ഫയർഫോഴ്സ് യൂണിറ്റുകൾ മുൻഭാഗത്തും കാണാം. പിറകു ഭാഗത്ത് റോഡിലും എന്തായാലും ഒരു 5-6 ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇപ്പോൾ ഇതിനകം തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു തീ ഏതാണ്ട് നിയന്ത്രണ വിധേയമായി നമുക്ക് പറയാൻ കഴിയും സ്മൃതി. പക്ഷേ തീ അണഞ്ഞിട്ടില്ല, പൂർണ്ണമായി അണഞ്ഞിട്ടില്ല. പക്ഷേ മറ്റ് കെട്ടിടങ്ങളിലേക്ക് കയറുന്നതും ഉൾപ്പെടെയുള്ളത് തടയാൻ കഴിഞ്ഞു എന്നാണ് കരുതുന്നത്. എന്നാലും പൂർണ്ണമായൊരു ആത്മവിശ്വാസമില്ല. ഇതിൻ്റെ ഉള്ളിൽ കാണാം ഒരുപാട് കത്തി നശിച്ച് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത് തൊട്ടടുത്ത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നിൽക്കുന്ന സ്ഥലത്ത് മറ്റ് ഫർണിച്ചർ ഉപകരണങ്ങൾ പൂർണ്ണമായും നിലംപൊത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മേൽക്കൂര
മേൽക്കൂര പൂർണ്ണമായി ടിന്നിൻ്റെ ഷീറ്റ് ആയിരുന്നു ഇതിൻ്റെ മേൽക്കൂരയായിട്ട് ഉണ്ടായിരുന്നത്. അത് ഏതാണ്ട് പൂർണ്ണമായി തന്നെ തകർന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നത് ഇപ്പോഴും വ്യക്തമല്ല അല്ലേ? ഇല്ല സ്മൃതി, അതിൻ്റെ വ്യക്തത ഇതുവരെയും വന്നില്ല. ഇപ്പോഴും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതേ ഉള്ളൂ. മറുഭാഗത്തുനിന്നുണ്ടായി എന്നാണ് പറയുന്നത്. സാധാരണ ഇത്തരം ദിവസങ്ങൾ, പ്രത്യേകിച്ച് ഇന്ന് അവധി ദിവസമാണ്, ഇവിടെ ജോലിക്കാർ ഇല്ല. ഇപ്പോൾ തൊട്ടടുത്ത കടയിലെ ജീവനക്കാരൻ പറഞ്ഞത് 12ഓളം ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ് എന്നുള്ളതാണ്. ഇന്ന് അവധി ആയതുകൊണ്ട് തന്നെ അവർ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം ഇതുവരെയും വന്നില്ല. ഇപ്പോൾ തീ അണക്കാനുള്ള ശ്രമം വളരെ സജീവമായി പുരോഗമിക്കുന്നു എന്നതാണ്. ഇത് നഗരമധ്യത്തിൽ തന്നെയാണ് സ്മൃതി, അതായത് പട്ടം ജംഗ്ഷൻ്റെ തൊട്ട് താഴെ തന്നെയാണ്. പ്ലാമൂട് കഴിഞ്ഞ് പട്ടം ജംഗ്ഷൻ്റെയും പ്ലാമൂടിൻ്റെയും ഇടയിലുള്ള സ്ഥലത്ത് റോഡരികിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതുവഴിയുള്ള ഒരു ഭാഗത്തുള്ള ഗതാഗതം പൂർണ്ണമായി വഴിതിരിച്ച് വിട്ടിരിക്കുകയാണ് പോലീസ്. അതാണ് നഗരമധ്യത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്ന തീപിടുത്തമാണ് എന്നുള്ളതാണ്. ഏതായാലും 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. പൂർണ്ണമായി അണച്ചു എന്ന് പറയാനാവില്ല. ഇപ്പോഴും പലയിടത്തും ചെറുതായി കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് ഫർണിച്ചർ ഗോഡൌൺ ആണ്, മെത്ത അടക്കമുള്ളതുകൊണ്ട് വലിയ പുകയാണ് സമീപ പ്രദേശത്തുള്ളത് എന്നാണ് പറയുന്നത്. അവിടെയുള്ള അടുത്തുള്ള കടകളിൽ നിന്നൊക്കെ ആളുകളെ ഒഴിപ്പിച്ചു.